സനോജ് കൂടി എന്നോടൊപ്പം ചേരുകയാണ് കോട്ടയത്ത് നിന്ന്. നോക്കാം, സനോജ് ആണല്ലോ ഇപ്പോൾ അദ്ദേഹത്തോട് സംസാരിച്ചത്. അതുമാത്രമല്ല, ബാക്കി അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്കറിയേണ്ടതുണ്ട്. സനോജ്, ഗുഡ് മോർണിംഗ്. ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു സനോജ്, എത്രമാത്രം തെറ്റിദ്ധാരണാപരമായ വാർത്തകളാണ് നമ്മുടെ മുന്നിലൂടെ പോയ മണിക്കൂറുകളിൽ കടന്നുപോയത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു സമയത്തിന് മണ്ണുമാന്തി യന്ത്രം എത്തിച്ചില്ല, അതുകൊണ്ട് രക്ഷാപ്രവർത്തനം വൈകി എന്നത്. അതുകൊണ്ടാണ് ബിന്ദുവിനെ പുറത്തെടുക്കാൻ വൈകിയത് എന്നതടക്കമുള്ള വലിയ കള്ളങ്ങൾ നമ്മുടെ മുന്നിലൂടെ കടന്നുപോയി. ഇപ്പോൾ ആ മണ്ണുമാന്തി യന്ത്രത്തിൻ്റെ ഉടമസ്ഥൻ തന്നെ പറയുന്നു 15 മിനിറ്റിനുള്ളിൽ നമുക്ക് അവിടെ എത്താൻ പറ്റി. പക്ഷേ അവിടെ അങ്ങോട്ടേക്ക് എത്താൻ വഴിയില്ലാത്തതുകൊണ്ട് ഭിത്തി അടക്കം പൊളിച്ചു വേണം ഞങ്ങൾക്ക് അങ്ങോട്ടേക്ക് എത്തേണ്ടി വന്നത്. അതുകൊണ്ടാണ് ഒരു വലിയ പ്രതിസന്ധി രക്ഷാപ്രവർത്തനത്തിന് മുന്നിലുണ്ടായത് എന്ന്. ഇത് മറ്റു മാധ്യമങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ല, അവർ അത് പറയാഞ്ഞിട്ടാണ്. തീർച്ചയായിട്ടും മനു, കഥയറിയാതെ ആട്ടം കാണുന്നവർക്ക് മുമ്പിൽ യഥാർത്ഥ വസ്തുതകളാണ് നമ്മൾ പങ്കുവെക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതുതന്നെയാണ് ഈ ജയമോൻ്റെ വാക്കുകളിലൂടെ പുറത്തു വരുന്നത്. ജയമോൻ ഈ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ അപകടം നടക്കുന്നതിൻ്റെ തലേദിവസം ജയമോൻ്റെ മണ്ണുമാന്തി യന്ത്രം മെഡിക്കൽ കോളേജിലെ ചില നിർമ്മാണ പ്രവർത്തനങ്ങളുമായി അവിടെ ഉണ്ടായിരുന്നു. ഈ അപകടം നടന്ന ദിവസം രാവിലെ 10 മണിക്ക് ശേഷമാണ് തലേ ദിവസം പണിത മണ്ണുമാന്തി യന്ത്രം അവിടെ നിന്നും ടിപ്പർ ലോറിയിൽ കയറ്റി മറ്റൊരു പണിസ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി യാത്ര തുടർന്നത്. അങ്ങനെ അവിടെ നിന്നും മെഡിക്കൽ കോളേജിൽ നിന്നും ടിപ്പറിൽ മണ്ണുമാന്തി യന്ത്രം മറ്റൊരു സൈറ്റിലേക്ക് പോകുന്നതിനിടയിലാണ് ജയമോന് വീണ്ടും കോളെത്തുന്നു. ഒരു 10:45 ശേഷമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന് കോളെത്തുന്നു, അടിയന്തരമായി മണ്ണുമാന്തി യന്ത്രം മെഡിക്കൽ കോളേജിൽ എത്തിക്കണം, കാരണം ഇവിടെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് മെസ്സേജാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. ഈ കോൾ കട്ട് ചെയ്ത ഉടൻ തന്നെ, നമുക്ക് കള്ളം പറയുകയല്ല, വസ്തുതാപരമായ കാര്യമാണ്, കോൾ ലിസ്റ്റുണ്ട്, ആ കോളിലെ സമയമുണ്ട് 10:53. അതായത് മണ്ണുമാന്തി യന്ത്രം എത്തിക്കാൻ വളരെ വൈകി എന്ന ആരോപണം ഉന്നയിക്കുന്നവർക്ക് മുന്നിൽ ഇതാ വസ്തുതകൾ നമ്മൾ നിരത്തുകയാണ്. 10:53 ജയമോൻ അദ്ദേഹത്തിൻ്റെ മണ്ണുമാന്തി യന്ത്രം കൊണ്ടുപോയ ടിപ്പറിൻ്റെ ഡ്രൈവറെ വിളിക്കുന്നു. അദ്ദേഹത്തോട് പറയുന്നു എത്രയും വേഗം മെഡിക്കൽ കോളേജിലേക്ക് മടങ്ങി വരണം. അപ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്നും കോട്ടയം റൂട്ടിലേക്കുള്ള പനമ്പാലം എന്ന പ്രദേശത്താണ് ഈ ടിപ്പർ വാഹനം എത്തുന്നത്. അവിടെ നിന്നും ടിപ്പർ വാഹനം തിരിച്ച് ഏകദേശം 3 കിലോമീറ്റർ ദൂരം കാണും മെഡിക്കൽ കോളേജും പനമ്പാലവും തമ്മിൽ. അവിടെ നിന്നും തിരിച്ച് മെഡിക്കൽ കോളേജിലേക്ക് ഈ വാഹനം എത്തുന്നു. ഏകദേശം 11 മണിയോടുകൂടി തന്നെ, അല്ലെങ്കിൽ 11 മണിക്ക് 5 മിനിറ്റ് മാത്രം ശേഷിക്കെ ഈ ടിപ്പർ വാഹനം ഈ മണ്ണുമാന്തി യന്ത്രവുമായി കൃത്യമായി മെഡിക്കൽ കോളേജിൻ്റെ അത്യാഹിത വിഭാഗത്തിന് മുൻപിലെത്തുന്നു. അത്യാഹിത വിഭാഗത്തിൻ്റെ മുമ്പിൽ നിന്നും ഈ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും നടക്കാൻ മാത്രമുള്ള പാസേജ് ഉണ്ട്. അതായത് 11-ാം വാർഡ്, 12-ാം വാർഡ്, 13-ാം വാർഡ്, 17-ാം വാർഡ് ഉൾപ്പെടെയുള്ള ഇടങ്ങളിലേക്ക് പോകുന്ന ഇടുങ്ങിയ പാസേജ്. ആ പാസേജിലൂടെ, കാലപ്പഴക്കം ചെന്ന കെട്ടിടമാണ് അതും, ആ പാസേജിലൂടെ അപകട സ്ഥലത്തേക്ക് ഈ മണ്ണുമാന്തി യന്ത്രം എത്തിക്കുക എന്നുള്ളത് വലിയ വെല്ലുവിളിയായിരുന്നു. തങ്ങൾക്ക് ആശങ്കയുണ്ടായിരുന്നു. അങ്ങനെ ആശങ്ക ഉണ്ടായിരുന്നുവെങ്കിൽ കൂടിയും ഈ രക്ഷാപ്രവർത്തനം വൈകിപ്പിക്കാൻ കാരണമാകാൻ പാടില്ല. അതുകൊണ്ട് എത്രയും വേഗം മണ്ണുമാന്തി യന്ത്രം ഈ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് അവിടെ എത്തിക്കുക എന്ന വലിയ ഒരു ഉത്തരവാദിത്തം ഇവർ ഏറ്റെടുത്തു. അങ്ങനെയാണ് ഇടുങ്ങിയ മെഡിക്കൽ കോളേജിൻ്റെ വഴികളിലൂടെ രോഗികളും ഒപ്പം തന്നെ കൂട്ടിരിപ്പുകാരും ജീവനക്കാരുമൊക്കെ നടന്നു പോകുന്ന ഈ വഴിയിലൂടെ മണ്ണുമാന്തി യന്ത്രം കൊണ്ടുപോകുന്നത്. മണ്ണുമാന്തി യന്ത്രം മുന്നോട്ട് പോകുന്നതിനിടയിൽ തടസ്സങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. കാരണം മെഡിക്കൽ കോളേജിൻ്റെ പഴയ കെട്ടിടത്തിൻ്റെ ബീമുകൾ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഈ മണ്ണുമാന്തി യന്ത്രത്തിൻ്റെ താഴ്ഭാഗം, അതായത് അടിഭാഗം, ഈ ബീമിനിടയിലൂടെ കടന്നു പോകാത്ത സാഹചര്യം. അപ്പോഴെന്ത് സംഭവിച്ചു? ഈ മണ്ണുമാന്തി യന്ത്രം കടന്നു പോകുന്നതിന് വേണ്ടി ബീമിൻ്റെ ഭിത്തി പൊളിച്ചു മാറ്റുന്നു, ഇളക്കി മാറ്റുന്നു. അതിനുശേഷം മുന്നോട്ട് നീങ്ങുമ്പോഴാണ് മെഡിക്കൽ കോളേജിൽ സെക്യൂരിറ്റികൾ, അതായത് പുറത്തുനിന്ന് വരുന്ന ആളുകളെ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ അകത്തേക്ക് കടത്തിവിടാറുള്ളൂ. അവിടേക്ക് കടന്നു പോകുന്ന അവിടെ സ്ഥാപിച്ചിരുന്ന ഗ്രില്ലുകൾ തടസ്സമായി നിൽക്കുന്നു. ഈ മണ്ണുമാന്തി യന്ത്രത്തിൻ്റെ മുകൾ ഭാഗം തട്ടി ഈ വാഹനം അങ്ങോട്ടേക്ക് കയറാൻ കഴിയാതെ വരുന്നു. ഇതിനെ തുടർന്ന് അവിടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ എത്തി ഗ്യാസ് കട്ടർ ഉപയോഗിച്ചുകൊണ്ട് ആ ഇരുമ്പ് പാളികൾ മുറിച്ചു മാറ്റുന്നു. അവിടെ നിന്നും മുന്നോട്ട് നീങ്ങുമ്പോഴാണ് ഈ അപകട സ്ഥലത്തേക്ക് പോകാൻ റൈറ്റ് സൈഡിൻ്റെ ഭാഗത്ത് ഒരു മതിൽ കട്ട കൊണ്ട് നിർമ്മിച്ചിരുന്നു. ആ കട്ട കൊണ്ട് നിർമ്മിച്ച മതിൽ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് പൊളിച്ചു മാറ്റുന്നു. അങ്ങനെ പൊളിച്ചു മാറ്റി മുന്നോട്ട് നീങ്ങി സംഭവ സ്ഥലത്ത് മണ്ണുമാന്തി യന്ത്രം എത്തുമ്പോൾ അപകടകരമായ രീതിയിൽ ഈ കെട്ടിടത്തിൻ്റെ മുകൾ ഭാഗം തൂങ്ങി നിൽക്കുകയാണ്. അതായത് കോൺക്രീറ്റ് പാളികൾ ഇളകി ഈ കെട്ടിടത്തിൻ്റെ കോൺക്രീറ്റ് പാളികൾ താഴേക്ക് നിലം പതിക്കാൻ പറ്റുന്ന അപകടകരമായ സാഹചര്യത്തിൽ, അങ്ങനെയുള്ള ഒരു അപകടകരമായ സാഹചര്യത്തിൽ താഴെ നിന്ന് ജോലി ചെയ്യുക എന്ന് പറയുന്നത് വലിയ വെല്ലുവിളിയാണ്. മനുഷ്യസാധ്യമായ ഒന്നായിരുന്നില്ല. അതാണ് വസ്തുത. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ കൊണ്ട് ഈ അപകടകരമായ സാഹചര്യത്തിൽ തൂങ്ങിക്കിടന്നിരുന്ന വലിയ കോൺക്രീറ്റ് പാളികൾ ഗ്യാസ് കട്ടർ ഉപയോഗിച്ചുകൊണ്ട്
കട്ട് ചെയ്യുന്നു. അങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഈ വലിയ പാളികൾ ഒരു കാരണവശാലും 10-20 മനുഷ്യന്മാർ കൂടിയാൽ എടുത്തു മാറ്റാൻ കഴിയുന്ന ഈ കോൺക്രീറ്റ് പാളികൾ ആയിരുന്നില്ല. അങ്ങനെ ഈ അറുത്തു മാറ്റിയ കോൺക്രീറ്റ് പാളികൾ ഈ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് എടുത്തു മാറ്റിയത്. അങ്ങനെ എടുത്തു മാറ്റി രക്ഷാപ്രവർത്തനം വളരെ വേഗതയിൽ പോകുന്നതിനിടയിലാണ് ദൗർഭാഗ്യകരമായ ഒരു സംഭവ വികാസം ഉണ്ടാകുന്നത്. ആദ്യഘട്ടത്തിൽ 2 പേർ മാത്രമാണ് അപകടത്തിൽപ്പെട്ടത് എന്നാണ് ദൃക്സാക്ഷികൾ പോലീസിനോടും ഫയർഫോഴ്സിനോടും ഒപ്പം തന്നെ മെഡിക്കൽ കോളേജ് ജീവനക്കാരോടും പറഞ്ഞിരുന്നത്. അതുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ 2 പേർ മാത്രമേ അപകടത്തിലുണ്ടായിരുന്നുള്ളൂ എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കാനിടയായത്. പിന്നീടാണ് ഒരാളെ കാണാതെ ആയി എന്നുള്ള അറിയിപ്പ് ലഭിക്കുകയും ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഈ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിലിനിടയിൽ ബിന്ദുവിൻ്റെ മൃതദേഹം കിട്ടുന്നത്. ബിന്ദു സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണമടഞ്ഞിരുന്നു. നമ്മൾ അവിടെ നിൽക്കുമ്പോൾ ബിന്ദുവിൻ്റെ തലയുടെ ഭാഗം കോൺക്രീറ്റ് പാളികൾക്കിടയിൽ ചതഞ്ഞ അവസ്ഥയിലായിരുന്നു. കാരണം തലയ്ക്ക് വലിയ തോതിൽ ഭാവവ്യത്യാസമുണ്ടായിരുന്നു. അത്രമേൽ ക്ഷതമേറ്റിരുന്നു തലയ്ക്ക് എന്നുള്ളതാണ്. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി പുറത്തു വരുമ്പോൾ വളരെ വ്യക്തമാണ് ബിന്ദു ശ്വാസം മുട്ടിയൊന്നുമല്ല മരണപ്പെട്ടത്, അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനം വൈകിയതുകൊണ്ടല്ല ബിന്ദു മരണത്തിലേക്ക് വഴുതി വീണത് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. കാരണം തലയ്ക്കേറ്റ ക്ഷതം മൂലം ആന്തരിക രക്തസ്രാവവും ഉണ്ടായി. ഒപ്പം തന്നെ വാരിയെല്ലുകൾ ഒടിഞ്ഞിട്ടുണ്ട്. തല വളരെ വളരെ നമുക്ക് വിവരിക്കാൻ കഴിയത്തില്ലാത്ത തരത്തിലുള്ള ഒരു അവസ്ഥയിലായിരുന്നു. അതാണ് ബിന്ദുവിൻ്റെ മരണത്തിന് ഇടയാക്കിയത്. യാഥാർത്ഥ്യങ്ങൾ, വസ്തുതകൾ ഇതായിരിക്കെ കള്ളപ്രചരണങ്ങൾ രാഷ്ട്രീയ നേട്ടത്തിൻ്റെ ഭാഗമായി നടത്തുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഈ യാഥാർത്ഥ്യം ചില മാധ്യമങ്ങളും മറച്ചു വയ്ക്കുകയാണ്. തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ടതാണ് സനോജ്. ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയം സ്വാഭാവികമായും പ്രതിപക്ഷം അവരുടെ കയ്യിൽ കിട്ടിയ ഒരു ആയുധം എന്ന നിലയിൽ അവരെതിരെ രാഷ്ട്രീയമായി ഉപയോഗിക്കും. അതാണ് അവരുടെ നിലപാടെന്ന് പറയുന്നത്. പക്ഷേ മാധ്യമങ്ങൾ അതിന് കൂട്ടു നിൽക്കാവോ എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം. മാധ്യമങ്ങൾ സത്യം ലോകത്തോട് പറയാൻ ബാധ്യസ്ഥരായവരല്ലേ? അവരെന്തിനാണ് ഈ നുണകൾക്ക് കൂട്ടു നിൽക്കുന്നത് എന്ന് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നില്ല. ഏതായാലും അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ. പക്ഷേ എത്രയൊക്കെ നുണ പറഞ്ഞാലും സത്യം ഒരു ദിവസം തെളിയുക തന്നെ ചെയ്യും. കുറച്ച് വൈകിയാണെങ്കിലും സത്യമായിരിക്കും ആത്യന്തികമായി ജയിക്കാൻ പോകുന്നത്. അതുമാത്രമാണ് സനോജ് ഈ ഘട്ടത്തിൽ നമുക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ. ഏതായാലും ഇപ്പോൾ വസ്തുത എന്താണെന്ന് നമ്മുടെ ഈ വാർത്തയിലൂടെ പൊതുസമൂഹത്തിന് ബോധ്യമായിട്ടുണ്ടാകാം, നമ്മളെ കേട്ട മനുഷ്യർക്ക് ബോധ്യമായിട്ടുണ്ടാകാം. അത് കൂടുതൽ ആളുകളിലേക്ക് എത്തട്ടെ എന്ന് മാത്രമേ എനിക്കതിൽ പറയാനുള്ളൂ. കാരണം മറുഭാഗത്ത് നുണയുടെ വലിയ കൂമ്പാരങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ്. അതിനിടയിൽ നിന്ന് വേണം നമ്മൾ ഈ സത്യം ചികഞ്ഞെടുത്ത് മനുഷ്യരുടെ മുൻപിലേക്ക് ഇട്ടുകൊടുക്കാൻ. അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്.